അണുബോംബുകൾ വിനാശകരമാണ്. പക്ഷേ പല രാജ്യങ്ങളുടെയും പക്കൽ അണുബോംബുകളുണ്ട്. അണുബോംബുകളുടെ നിർമ്മാണം നടക്കുന്നു, ഇല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അനവധി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നു. അതിനൊക്കെ ഓരോ രാജ്യത്തിനും ഓരോ സംവിധാനങ്ങളുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്. അത്തരത്തിൽ പാകിസ്ഥാൻ്റെ അറ്റോമിക് എനർജി കമ്മീഷനിൽ വർക്ക് ചെയ്യുന്ന 16 ശാസ്ത്രജ്ഞരെ, അണുബോംബ് നിർമ്മിക്കുന്ന 16 ശാസ്ത്രജ്ഞരെ ഭീകര സംഘടനയായ തെഹ്രീക്ക് താലിബാൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അവർ സഞ്ചരിച്ചിരുന്ന വാഹനം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തെഹ്രീക്ക് താലിബാൻ ഈ 16 ശാസ്ത്രജ്ഞന്മാരെയും കൂടി അണിനിരത്തിക്കൊണ്ടൊരു വീഡിയോ പുറത്ത് വിട്ടിരിക്കുന്നു. ആ വീഡിയോയിൽ അവർ ചില ആവശ്യങ്ങൾ പാക് സർക്കാരിനോട് പറയുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ 11 പേരെയും തങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. زه حافظ بشیر خپل ملګرو سره محفوظ مقام باندې ناست یو او حکومت ته دا درخواست کوو چې دوی د موږ رهایی زر تر زره بندوبست وکړي او دو مجاهدینو چې کوم مطالبات دي هغه د تسلیم کړي. موږ د ادارې لپاره قربانیانې ورکړي دي. نو نن ضرورت ته چې موږ په دې تکلیف حالت چې دو موږ مرسته وکړي. السلام علیکم. ഇവിടെ ലോകം ഭയക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജാഗ്രതയോടെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ അണുബോംബ് നിർമ്മിക്കുന്ന ഈ ശാസ്ത്രജ്ഞരെ ഉപയോഗിച്ച് ഈ ഭീകരർ വിനാശകരമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യം, ലോകരാജ്യങ്ങൾ പലപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യം, പാകിസ്ഥാനിൻ്റെ പക്കലുള്ള ഈ അണുബോംബുകളും മറ്റുമൊക്കെ ഒരു കലാപം ഉണ്ടായാൽ ഒരുപക്ഷെ ഈ ഭീകരവാദികളുടെ കയ്യിൽ, ഭീകര സംഘടനയുടെ കയ്യിൽ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മുൻപ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാന കാരണം പാകിസ്ഥാനിൽ അനവധി ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. സൈന്യം പോലും ഈ ചില ഭീകര ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരമുള്ള ആയുധങ്ങൾ അവരുടെ പക്കൽ എത്താൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അണുബോംബ് നിർമ്മിക്കുന്ന 16 ശാസ്ത്രജ്ഞന്മാരെ തെഹ്രീക്ക് താലിബാൻ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് അവർ ശാസ്ത്രജ്ഞരല്ല എന്നും തങ്ങളുടെ ഈ അറ്റോമിക് എനർജി കമ്മീഷനിൽ വർക്ക് ചെയ്യുന്ന ചില ജീവനക്കാർ മാത്രമാണെന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ പാക് മാധ്യമങ്ങൾ പോലും പാകിസ്ഥാൻ്റെ ഈ വിശദീകരണത്തിൽ തൃപ്തരല്ല. കാരണം അവർ തന്നെയാണ് ഇതൊരു വലിയ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ഭീകരർ അവരുടെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട്, ഈ ശാസ്ത്രജ്ഞരുടെ. ഏതായാലും വീഡിയോയിൽ കാണുന്ന ആളുകൾ സർക്കാർ ജീവനക്കാരാണോ ശാസ്ത്രജ്ഞരാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം കുറഞ്ഞ പക്ഷം പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്കെങ്കിലും ഉണ്ടാകാമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.